Hello my dears, welcome to ACS online class. അപ്പോൾ നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പേജ് നമ്പർ 79 വരെ പഠിച്ചു അല്ലേ? എല്ലാവരും മിടുക്കരായിട്ട് വർക്കൊക്കെ ചെയ്തു. ഇനി പേജ് നമ്പർ 80. നമുക്കറിയാം 1 to 20 വരെയുള്ള നമ്പേഴ്സ് എല്ലാം പറയാനും എഴുതാനും സ്പെല്ലിങ്ങും എല്ലാം നിങ്ങൾ പഠിച്ചു അല്ലേ? പഠിച്ചില്ലേ? അപ്പോൾ 1 കഴിഞ്ഞാൽ 2, 3, 4, 5, 6 അങ്ങനെ 20 വരെ നിങ്ങൾക്ക് എന്താണെങ്കിലും അറിയാം. അങ്ങനെയെങ്കിൽ പേജ് നമ്പർ 80 എടുത്തേ. ജോയിൻ ഇൻ ഓർഡർ. നമുക്ക് ഓർഡർ അനുസരിച്ച് കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ബലൂണിന്റെ അകത്ത് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അതെല്ലാം ഡോട്ട് ഡോട്ട് വെച്ച് ഇതിന് ഓരോ നമ്പർ കൊടുത്തേക്കുക, കണ്ടില്ലേ? 1ന്റെ അവിടെ ഒരു ഡോട്ട്, 2 ഇവിടെ ഒരു ഡോട്ട്, 3 ഇവിടെ ഒരു ഡോട്ട്, 4ന്റെ ഇവിടെ ഒരു ഡോട്ട്, അങ്ങനെ ഡോട്ട് കൊടുത്തേക്കുക. ഒന്നും ലൈൻ വരച്ച് കണക്ട് ചെയ്തിട്ടില്ല. നമ്മുടെ ജോലി എന്താ? ഇതിനെല്ലാം ഓർഡർ അനുസരിച്ച് ഈ ഡോട്ട്സുകളെല്ലാം ഓർഡർ അനുസരിച്ച് വരച്ചു കൊടുക്കണം. ഓക്കെ, 1 കഴിഞ്ഞാൽ 1 സ്റ്റാർട്ട് ചെയ്തു, 1 കഴിഞ്ഞാൽ 2, 3, പിന്നെ അടുത്ത ഡോട്ട് ചെയ്താൽ 4ന്റെ അങ്ങോട്ട് അല്ലേ? അങ്ങനെ വരച്ചു കൊടുക്കാം. 1 കഴിഞ്ഞാൽ എന്താണ്? 1 കഴിഞ്ഞാൽ 2, 3 വരച്ചു കൊടുത്തേ. എല്ലാരും പെൻസിൽ എടുത്തേ, എന്നിട്ട് വരച്ചേ. 1, 2 ലൈൻ വരച്ചു കൊടുക്കുക. 1, 2, 3, 4, 5, 6, 7. 7ന്റെ ഡോട്ട് കഴിഞ്ഞ് താഴത്തോട്ടാണ് 8ന്റെ ഡോട്ട്, 8. പിന്നെ വീണ്ടും നേരെ 9, ഇച്ചിരി വളഞ്ഞാണ് 10, 10ന്റെ ഡോട്ട്. അത് കഴിഞ്ഞ് ഇച്ചിരി കൂടെ വളഞ്ഞാണ് 11ന്റെ ഡോട്ട്. പിന്നെ ഇച്ചിരി കൂടെ വളഞ്ഞ് 12 താഴത്തോട്ട്, 13 താഴത്തോട്ട്, 14, 15, 16ന്റെ ഡോട്ട് മുകളിലോട്ട്, 17ന്റെ ഡോട്ട് മുകളിലോട്ട്, 18ന്റെ ഡോട്ട് നേരെ, 17 നേരെ റൈറ്റിലോട്ട്, 19ന്റെ ഡോട്ട് താഴത്തോട്ട്, 20 ഡോട്ട്. കണ്ടോ? 1 to 20 വരെയുള്ള എല്ലാ ഡോട്ട്സും നമ്മള് പെൻസിൽ വെച്ച് ലൈൻ വരച്ച് മാർക്ക് ചെയ്തല്ലേ? അപ്പൊ നമുക്ക് എന്താണ് വായിക്കാൻ പറ്റുന്നത്? എന്താ 5 ആയിട്ട് വായിക്കാൻ പറ്റുന്ന അല്ലേ? 5 എന്ന നമ്പർ ഡോട്ട് ചെയ്ത് വെച്ചേക്കുവായിരുന്നു അല്ലെ? 1 to 20 വരെയുള്ള നമ്പേഴ്സ് വെച്ച് ഡോട്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ പെൻസിൽ വെച്ച് വരച്ച് അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തല്ലേ? ഇനി ഇതുപോലെ നമ്പേഴ്സ് ഓർഡർ അനുസരിച്ച് ഡോട്ടുകൾ തന്നെ എല്ലാവർക്കും വരയ്ക്കാൻ അറിയാലോ. 1 കഴിഞ്ഞാൽ 2ന്റെ ഡോട്ടിലോട്ട്, പിന്നെ 3യുടെ ഡോട്ടിലോട്ട്, 4 അങ്ങനെ 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 നമ്മള് അതെല്ലാം വരച്ചു കൊടുക്കും അല്ലേ? ഇനി അടുത്തത് പേജ് നമ്പർ 81. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. കുറച്ച് ബോക്സ്, ഫസ്റ്റ് ബോക്സിൽ കുറച്ച് നമ്പേഴ്സ് മിസ്സിംഗ് ആ. അതെല്ലാം ഒന്ന് എഴുതി കൊടുക്കാനാ. നമ്മള് മിടുക്കരാ, നമ്മളെല്ലാം പഠിച്ചിട്ടിരിക്കുക. അപ്പൊ നമുക്ക് എഴുതി കൊടുക്കാമല്ലോ. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. 10 ഇടക്കത്തൊരു ബോക്സിൽ, മഞ്ഞ ബോക്സിൽ ഒന്നും കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് 12, പിന്നെ 2 ബോക്സിലൊന്നും ഇല്ല, പിന്നെ 15. അപ്പൊ ഇതിന് ഇടക്ക് ഓരോ നമ്പേഴ്സ് ഉണ്ട്, നമുക്കറിയാം. നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. 10 കഴിഞ്ഞാൽ 11 എഴുതിക്കേ. 11, 12 അവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ 13, അത് കഴിഞ്ഞാൽ 14, 15 അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ടേക്കുള്ളതെല്ലാം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. 15 കഴിഞ്ഞാൽ 16, 16 കഴിഞ്ഞാൽ 17, 17 കഴിഞ്ഞാൽ 18, പിന്നെ 19, പിന്നെ 20. ഫസ്റ്റ് ബോക്സ് കഴിഞ്ഞ് താഴത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? 16 ഉണ്ട്, 18 ഉണ്ട്. നടുക്കത്തെ ഒരു മഞ്ഞ ബോക്സ് ഫില്ല് ചെയ്തിട്ടില്ല. ഫില്ല് ചെയ്ത് കൊടുക്കാം. 16 കഴിഞ്ഞാൽ എന്താ? 17. 17 കഴിഞ്ഞാൽ 18 ആണ് അല്ലേ? അപ്പൊ കറക്റ്റ് ആണ്. 16 കഴിഞ്ഞ് 17, 17 കഴിഞ്ഞ് 18. ഇനി 13 കഴിഞ്ഞ് 14 ഇല്ല, 15 ഉണ്ട്. 14 എഴുതി കൊടുക്കാം. 14 എഴുതി കൊടുത്തു. ഓക്കെ, ഇവിടെ പെൻസിൽ വെച്ച് 14 എഴുതുക. ഇനി വാട്ട് കംസ് ആഫ്റ്റർ 18? നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? 18 കഴിഞ്ഞ് ഏതാണ് വരുന്നതെന്നാ. 18 കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 18 കഴിഞ്ഞ് വരുന്ന 2 നമ്പേഴ്സ് നമ്മൾ എഴുതണം. 18 കഴിഞ്ഞ് ഫസ്റ്റ് വരുന്ന ഏതാ? 19. അത് ആ ഫസ്റ്റ് മഞ്ഞ ബോക്സിൽ എഴുതി കൊടുക്കാം. അത് കഴിഞ്ഞ് വരുന്ന എന്താ? 20. അപ്പൊ 20 അടുത്ത മഞ്ഞ ബോക്സിൽ 20 എഴുതിക്കേ. ഇനി വാട്ട് കംസ് ആഫ്റ്റർ 14? 14 കഴിഞ്ഞ് ഏതൊക്കെയാ വരുന്നതാ ചോദ്യം. 14 കൊടുത്തിട്ടുണ്ട്, പിന്നെ 2 മഞ്ഞ ബോക്സും ഉണ്ട്. 14 കഴിഞ്ഞ് ആദ്യം വരുന്നത് 15. സോ ആദ്യം 15 എഴുതിക്കേ. ഫസ്റ്റ് മഞ്ഞ ബോക്സിൽ 15. അത് കഴിഞ്ഞ് 16. ഇനി വാട്ട് കംസ് ബിഫോർ 16? ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നത് എന്താ? 16 മുൻപ് ഏതാണ് വരുന്നത്? 16 ഉണ്ട്, 17 ഉണ്ട്. 16 മുൻപത്തെ മഞ്ഞ ബോക്സിൽ ഏതാണ് വരുന്നതെന്നാ. അപ്പൊ നമ്മൾ ഇതിനെ പറഞ്ഞു നോക്കണം.
1 2 3 4 5 അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ 16 തൊട്ട് മുൻപ് ഏത് വരും? 15. അപ്പൊ എല്ലാവരും 15 എഴുതിക്കേ. 15. ഇനി റൈറ്റ് നമ്പേഴ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ 9. കണ്ടില്ലേ? 9 ബിഫോർ, 9 മുൻപും 9 ആഫ്റ്ററും. ബിഫോർ എന്ന് പറഞ്ഞാൽ മുൻപ്, ആഫ്റ്റർ എന്ന് പറഞ്ഞാലോ ശേഷം. അപ്പൊ 9 മുൻപ് വരുന്ന നമ്പർ ഏതാണെന്നും 9 ശേഷം വരുന്ന നമ്പർ ഏതാണെന്നും കണ്ടുപിടിച്ച് നമ്മൾ എഴുതാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ എണ്ണി നോക്കും അല്ലെ? 1 2 3 4 5 6 7 8 9. അപ്പൊ 9 മുമ്പ് വരുന്ന നമ്പർ ഏതാണ്? 8. അപ്പൊ മുൻപത്തെ ബോക്സിൽ 8 എന്ന് എഴുതുക. 9 കഴിഞ്ഞ് എന്താണ്? 9 10. 10 ആണ് അല്ലെ? അപ്പൊ 9 കഴിഞ്ഞ് വരുന്ന ബോക്സിൽ 10 എന്ന് എഴുതണം. ഇനി റൈറ്റ് ദ നമ്പേഴ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ 18. 8ന് മുൻപുള്ളതും 8ന് ശേഷമുള്ള നമ്പേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിച്ച് എഴുതാനാണ്. 8ന് മുമ്പ് വരുന്ന നമ്പർ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ എഴുതണം. 18 കഴിഞ്ഞ് വരുന്ന നമ്പർ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അപ്പുറത്തെ ബോക്സിൽ എഴുതണം. 8ന് മുമ്പ് വരുന്ന ഏതാണ്? 17 അല്ലേ? അപ്പൊ അത് ഫസ്റ്റ് ബോക്സിൽ എഴുതിയ 17. 18 കഴിഞ്ഞ് വരുന്നതോ 19 അല്ലേ? 19 ഇപ്പുറത്തെ ബോക്സിൽ എഴുതുക. ഇനി റൈറ്റ് ദ നമ്പേഴ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ 10. 10ന് മുൻപുള്ളതും 10ന് ശേഷമുള്ള നമ്പർ ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. അതെല്ലാവരും സ്വന്തമായിട്ടും ചെയ്യണം കേട്ടോ. 1 2 3 4 5 6 അങ്ങനെ അങ്ങനെ പറഞ്ഞു നോക്കുക. 10ന് തൊട്ട് മുൻപ് വരുന്നത് ഏത് നമ്പറാണോ അത് അവിടെ ഫസ്റ്റ് ബോക്സിൽ എഴുതുക. 10ന് ശേഷം വരുന്ന ഏത് നമ്പറാണോ അത് അവിടെ സെക്കൻഡ് ബോക്സിൽ എഴുതുക. ഓക്കെ, ചെയ്യൂലോ? അറിയാലോ എല്ലാവർക്കും? ഇനി സർക്കിൾ ദ ബിഗ്ഗർ നമ്പർ. നമുക്കറിയാം ബിഗ്ഗർ സ്മോളർ ഒക്കെ അറിയാം. വലുത് ബിഗ്ഗർ അല്ലെ? സ്മോളർ എന്ന് വെച്ചാൽ എന്താ? ചെറുത് സ്മോളർ. രണ്ട് വസ്തുക്കൾ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബിഗ്ഗറും സ്മോളറും പറയാം അല്ലെ? രണ്ടിൽ കൂടുതൽ വസ്തുക്കൾ ഉണ്ടെങ്കിലോ ബിഗ്ഗസ്റ്റ് സ്മോളസ്റ്റ് എന്ന് പറയാം അല്ലെ? ഇവിടെ നമ്പേഴ്സ് വെച്ചിട്ടുള്ള കേട്ടോ, ഫിഗേഴ്സ് അല്ല, നമ്പേഴ്സ് വെച്ചിട്ടുള്ള. അപ്പൊ ഫസ്റ്റില് ബിഗ്ഗർ നമ്പർ ഏതാണ് എന്നാണ് ചോദ്യം. 11 13 സർക്കിൾ ചെയ്യണം. കണ്ടില്ലേ? 11 13 ബിഗ്ഗർ നമ്പർ ഏതാണ്? 13. അപ്പൊ 13 സർക്കിൾ ചെയ്തേക്കുന്നുണ്ടല്ലേ, വട്ടം വരച്ചു കൊടുത്തേക്കുന്നുണ്ടല്ലേ? ഇനി 13 അടുത്ത് നോക്കി, 13 15 ഉണ്ട്. 13 15 വലുത് ഏതാ? ബിഗ്ഗർ ഏതാ? 15. സോ 15 വട്ടം വരച്ചു കൊടുത്തേ. ഇനി 18 8 ഉണ്ട്. ഇതില് ബിഗ്ഗർ ഏതാ? 18. സോ 18 അവിടെ നമുക്ക് ഒരു സർക്കിൾ വരച്ചു കൊടുക്കാം. 12 8 ഉണ്ട്. 12 8 കണ്ടാൽ ഏറ്റവും വലുത് ഏതാ? ബിഗ്ഗർ ഏതാ? 12 അല്ലെ? സോ അവിടെ വട്ടം വരച്ചു കൊടുക്കാം. ഇനി 17 7 ഉണ്ട്. വലുത് ഏതാ? 17 ആണ്. 17 വട്ടം വരച്ചു കൊടുക്കാം. 11 10 ഉണ്ട്. ഏതാ വലുത്? 11 ആണ് അല്ലെ? സോ അവിടെ ചെയ്ത് കൊടുക്കാം. താഴത്തെ 3 നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ. 16 6 ഉണ്ട്. വലുത് ഏതാന്ന് കണ്ടുപിടിക്കുക. 1 11 ഉണ്ട്. വലുത് ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് റൗണ്ട് ചെയ്യുക. 9 19 ഉണ്ട്. വലുത് ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് റൗണ്ട് ചെയ്യുക. ഇനി സർക്കിൾ ദ സ്മോളർ നമ്പർ. കണ്ടില്ലേ? ഫസ്റ്റ് നമ്മൾ നീല ബോക്സിലെല്ലാം വലിയ നമ്പേഴ്സ് ആണ് സർക്കിൾ ചെയ്തതെങ്കിൽ ഇപ്പോൾ നമ്മളോട് പറയുന്നത് സർക്കിൾ ദ സ്മോളർ നമ്പർ. ചെറിയ സ്മോളർ നമ്പർ ഏതാന്ന് കണ്ടുപിടിച്ച് സർക്കിൾ ചെയ്യണം. 20 10 ഉണ്ട്. സ്മോളർ ഏതാ? 10 ആണ്. സോ 10 വട്ടം വരച്ചേക്കുന്നത് കണ്ടില്ലേ? ഇനി 6 4 ഉണ്ട്. ഏറ്റവും ചെറുത് ഏതാ? 4 ആണ്. സോ 4 വട്ടം വരച്ചു കൊടുക്കുക. 10 12 ഉണ്ട്. ചെറുത് ഏതാ? 10 ആണ്. സോ 10 വട്ടം വരച്ചു കൊടുക്കാം. തെറ്റിപ്പോവരുതേ. ബിഗ്ഗറും സ്മോളറും തമ്മിൽ തെറ്റിപ്പോവരുത്. കറക്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. ഇവിടെ സ്മോളർ ആണ് ചോദിച്ചേക്കുന്നത്. 11 9 ഉണ്ട്. ചെറുത് ഏതാ? 9 ആണ്. 9 വട്ടം വരച്ചു കൊടുക്കാം. 5 15 ഉണ്ട്. ചെറുത് ഏതാ? 5 ആണ്. സോ 5 വട്ടം വരച്ചു കൊടുക്കുക. 12 2 ഉണ്ട്. ചെറുത് ഏതാ? 2 ആണ്. സോ 2 വട്ടം വരച്ചു കൊടുക്കാം. താഴത്തെ 3 സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ. 16 17 ഉണ്ട്. ചെറുത് ഏതാ നോക്കുക, അതിന് വട്ടം വരയ്ക്കുക. 9 10 ഉണ്ട്. ചെറുത് നോക്കുക, വട്ടം വരയ്ക്കുക. 15 13 ഉണ്ട്. ചെറുത് ഏതാ നോക്കുക, വട്ടം വരയ്ക്കുക. സംശയം വന്നെങ്കിൽ ആദ്യം തൊട്ട് എണ്ണി നോക്കണം കേട്ടോ. 1 2 അങ്ങനെ 20 വരെ എണ്ണി നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ചെറുത് ഏതാണ് വലുത് ഏതാന്ന് മനസ്സിലാവും. അങ്ങനെ സർക്കിൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി പേജ് നമ്പർ 83. സർക്കിൾ ദ ബിഗ്ഗസ്റ്റ് നമ്പർ. കണ്ടില്ലേ? ബിഗ്ഗസ്റ്റ് വന്നേക്കുക. എന്തുകൊണ്ടാ? രണ്ടിൽ കൂടുതൽ വസ്തുക്കളെ കമ്പയർ ചെയ്യാൻ വന്നതുകൊണ്ടാണ് ബിഗ്ഗസ്റ്റ് ആയത് അല്ലെ? ഇവിടെ 3 നമ്പേഴ്സ് ഉണ്ട്. ഇതില് ഏറ്റവും വലുത് ഏതാണോ അതിനെ കണ്ടുപിടിച്ച് അത് സർക്കിൾ ചെയ്യണം.
1339. ഏറ്റവും വലുത് ഏതാ? 13 ആണ് അല്ലേ? സോ 13 റൗണ്ട് ചെയ്യണം. 12, 15, 20. ഏറ്റവും വലുത് ഏതാ? 20 ആണ്. സോ 20 റൗണ്ട് ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ 1 to 20 വരെ പറഞ്ഞു നോക്കുക. അതിന്റെ ഏറ്റവും വലുത് ഏതാന്ന് ഓർത്ത് നോക്കുക. എന്നിട്ട് സർക്കിൾ ചെയ്യുക. 10, 5, 12. കൂട്ടത്തിൽ ഏറ്റവും വലുത് ഏതാ? 12 ആണ്. സോ 12 റൗണ്ട് ചെയ്യുക. 11, 12, 13. നമുക്കറിയാം എളുപ്പമാണ്. 13 ആണ് വലുത്. സോ 13 സർക്കിൾ ചെയ്യാം. അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ തന്നെ ചെയ്യണം കേട്ടോ. 19, 18, 17. ഏറ്റവും വലുത് ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് അത് സർക്കിൾ ചെയ്യണം. 13, 16, 14. ഏറ്റവും വലുത് ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് അത് സർക്കിൾ ചെയ്യണം. ഇനി താഴത്തെ സ്മോളസ്റ്റ് നമ്പർ ചോദിച്ചേക്കുക. സർക്കിൾ ദ സ്മോളസ്റ്റ് നമ്പർ. സ്മോളസ്റ്റ് എന്തുകൊണ്ടാ? 3 നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യാണ് അല്ലെ? 3 വസ്തുക്കൾ അല്ലെങ്കിൽ 3 നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പൊ എസ്റ്റ് വന്നു, സ്മോളസ്റ്റ് വന്നു. കൂടുതൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് അത് സർക്കിൾ ചെയ്യണം. 7, 2, 4. ഏറ്റവും ചെറുത് ഏതാ? 2. പറഞ്ഞു നോക്കുക. സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു നോക്കുക. 2 ആണ് ചെറുത്. സോ 2 അവിടെ റൗണ്ട് വെച്ചു. 14, 16, 12. ഏറ്റവും ചെറുത് ഏതാ? 12 ആണ് അല്ലേ? 12 അവിടെ റൗണ്ട് ചെയ്തു. 15, 7, 20. ഏറ്റവും ചെറുത് ഏതാ? 7 ആണ്. സോ 7 അവിടെ സർക്കിൾ ചെയ്തു. 19, 8, 9. ഏതാണ് ഏറ്റവും ചെറുത്? 8 ആണ്. സോ 8 റൗണ്ട് ചെയ്തു. താഴത്തെ രണ്ടും നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. 1, 10, 20. ഏറ്റവും ചെറുത് ഏതാ? എളുപ്പമാണ്. ആ നമ്പർ കണ്ടുപിടിച്ച് സർക്കിൾ ചെയ്യുക. 16, 15, 14. ഏറ്റവും ചെറുത് ഏതാ? ആ നമ്പർ നേരെ റൗണ്ട് ചെയ്യുക. ഓക്കെ. അപ്പം ബിഗ്ഗസ്റ്റും സ്മോളസ്റ്റും ബിഗ്ഗറും സ്മോളറും. ഇനി എന്താ? ഫിൽ ഇൻ ദ മിസ്സിംഗ് നമ്പേഴ്സ് അല്ലെ? മിസ്സിംഗ് നമ്പേഴ്സ് ചെയ്യാനും പിന്നെ ജോയിൻ ഇൻ ഓർഡേഴ്സ് ഇതെല്ലാരും ചെയ്യുമല്ലോ. പേജ് നമ്പർ 80, 81, 82, 83. ഇത്രയും ഹോംവർക്ക്സ് ടെക്സ്റ്റ് ബുക്ക് ചെയ്ത് മിസ് അയച്ചിരുന്നില്ലേ? ഹോംവർക്ക് അയച്ചാണ്. നന്നായിട്ട് ആലോചിച്ച് ചെയ്യണം കേട്ടോ. സ്വന്തമായിട്ട് ചെയ്യണേ, എന്നാലേ പഠിക്കത്തുള്ളൂ. അപ്പൊ എല്ലാവരും ചെയ്യും, നന്നായിട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.